ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി 600 ഗ്രാം ബീഫ് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫിന് പകരം ചിക്കനോ മട്ടനോ ഉപയോഗിച്ചിട്ട് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഒരു 3 ഗ്ലാസ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അരി നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുള്ളതാണിത്. ഇപ്പോൾ ജീരകശാല റൈസിന് പകരമായിട്ട് ബസ്മതി റൈസ് ആയാലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി 3 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത്, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്തിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് വാടി വരുന്ന സമയത്തിലേക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വരുന്ന സമയത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾക്ക് ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫിൻ്റെ വേവിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. കുക്കർ ഞാനിവിടെ ഒരു 6 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷർ മുഴുവനായി പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ബീഫൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇറച്ചിയും മസാലയും ഒക്കെ വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഗ്രേവി ഒന്ന് അളന്നെടുക്കാം. കാരണം ഈ ഗ്രേവിയും കൂടി ചേർത്തിട്ടാണ് അരി വേവിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ അരി അളന്ന ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഗ്രേവിയാണ് ഉള്ളത്. ഇനി ചോറൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു ചൂടായ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഇതിന് പകരം വെളിച്ചെണ്ണ എടുത്താലും മതിയാവും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്തിലേക്ക് ഒരു കഷ്ണം കറുവാപ്പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ബീഫ് കൂടി ചേർത്ത് ഒരു 3-4 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം 3.5 ഗ്ലാസ് നല്ല തിളച്ച വെള്ളവും 1 ഗ്ലാസ് നേരത്തെ എടുത്തു വെച്ച ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന കണക്കിന് 3 ഗ്ലാസ് അരിക്ക് ഗ്രേവിയും വെള്ളവും അടക്കം 4.5 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അഥവാ ഗ്രേവിയുടെ അളവ് കുറവാണ് കിട്ടിയതെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതിയാവും. പിന്നെ ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കുതിരാൻ വെച്ച അരി ഞാനതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വെള്ളം നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. പിന്നെ ഇത് ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇറച്ചിയും അരിയൊക്കെ ഒന്നിച്ചിട്ട് വേവിക്കുന്നത് കൊണ്ട് തന്നെ ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. ഇനി ഇത് സ്പൂണ് കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് നന്നായിട്ട് അമർത്തി വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ എടുക്കുന്ന അരിയുടെ വേവിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.